ഒന്നുമല്ല. പരിശുദ്ധ വചനത്തിലെ മാറ്റമില്ലാത്ത സത്യമാണ് നിത്യജീവൻ എന്ന് പറയുന്ന ഈ സന്ദേശം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ഈശോ ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ നൽകുവാനാണ്. അപ്പോസ്തലന്മാരത് പഠിപ്പിച്ചു, സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു, സഭയുടെ സകല വിശുദ്ധാത്മാക്കളും ഈ പ്രത്യാശയിൽ ജീവിച്ചു. അവർ സഭയെ പ്രബോധിപ്പിച്ചു. എന്റെ സഹോദരങ്ങളെ, ഇതൊന്നും കൽപ്പിത കഥകളല്ല. മാറ്റമില്ലാത്ത ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറയുന്നത്. നിത്യജീവൻ കർത്താവായ യേശു തന്നെയാണ്. ഈശോയാണ് നമ്മുടെ നിത്യജീവൻ. കർത്താവിന്റെ ഓരോ വചനവും നിത്യജീവന്റെ വചനമാണെന്ന് സത്യവചനം നമ്മെ വ്യക്തമാക്കുന്നു. വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഈ വചനത്തിലൂടെ കർത്താവിന്റെ റൂഹ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പല പ്രാവശ്യം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനമാണിത്. ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നമ്മൾ വാഗ്ദത്തത്തിന്റെ ജനമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദാനം അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. ഒപ്പം ഈശോ നമുക്ക് തന്നിരിക്കുന്ന മഹത്തരമായ വാഗ്ദത്തമാണ് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അവൻ നമുക്ക് നൽകിയ വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. നിത്യജീവൻ. യേശു നമുക്ക് നൽകിയ വാഗ്ദാനം എന്താണ്? നിത്യജീവൻ. നമ്മെപ്പോലെ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കായി നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചത് ഒരു അത്ഭുതങ്ങൾ രോഗശാന്തികളെ കാണിച്ച് തന്നൊരു മാന്ത്രികനാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനല്ല. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും വിമോചനങ്ങളെല്ലാം കർത്താവ് ഒത്തിരിയേറെ തന്റെ ജനത്തിന് പ്രദാനം ചെയ്തു. കർത്താവിന്റെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയിലാണ്. ഓരോ ആത്മാവും നിത്യജീവൻ സ്വന്തമാക്കണം. തന്റെ നിത്യത കർത്താവിനോടുകൂടെ ആയിരിക്കണമെന്ന് കർത്താവിനെ ആഗ്രഹവും പ്രതീക്ഷയും ഉള്ളത് കൊണ്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്ന് നമുക്ക് നിത്യജീവൻ സമ്മാനിച്ചത്. എന്റെ സഹോദരങ്ങളെ, കർത്താവാണ് ഈ ലോകത്തിന് ആദ്യമായി നിത്യജീവന്റെ പ്രത്യാശയും പ്രബോധനവും നൽകുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു ലൗകികമായ മാനുഷികമായ ജീവനല്ല, നശിച്ചു പോകാത്ത അനശ്വരമായ നിത്യജീവൻ പ്രദാനം ചെയ്യുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ! എത്ര ശ്രേഷ്ഠമായ വചനമാണ്. എന്റെ സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം, ഈ വാഗ്ദാനം നിത്യജീവൻ എന്ന ഈ മനോഹരമായ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കണം. ആത്മാവ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്രകാരം ഒരു ജീവിതമാണ്. നമുക്ക് ഇമ്പകരമായ, നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് തോന്നുന്ന ലോകത്തിന്റെ സുഖങ്ങള്, ഭോഗേച്ഛകള്, നൈമിഷികമായ സുഖവഴികളിലേക്ക് പോയി നമുക്ക് ആത്മനാശം സംഭവിക്കരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. കാരണം നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത കർത്താവിനോടുകൂടെ ആയിരിക്കണമെന്ന് നമുക്കും നിർബന്ധമുണ്ടാകും. ഈ പ്രത്യാശയുള്ളവരെ തങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും എല്ലാവിധ അശുദ്ധികളിൽ നിന്ന്, ഈ ലോകത്തിന്റെ മലിനതകളിൽ നിന്ന്, അനാചുരത്വങ്ങളിൽ നിന്ന്, പാപത്തിന്റെ സകലവിധ മേക്ഷതകളിൽ നിന്ന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. കർത്താവിന്റെ വചനത്താൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ രക്തശരീരങ്ങളാൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. കർത്താവിന്റെ അത്ഭുത നാമത്തിന്റെ യോഗ്യതയാൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകത്താൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് ഒത്തിരിയേറെ ആത്മീയ നന്മകൾ തന്റെ സഭയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഇതറിയാതെ പോകുന്ന അന്ധരായി ഞാനും നീ മാറരുതെന്ന് കർത്താവിന് ആഗ്രഹം. ഈ പ്രത്യാശയുള്ളവർ, ഏത് പ്രത്യാശ? നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, ഈ പ്രത്യാശയുള്ളവർ, നിത്യജീവൻ എന്ന ആ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുക. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും, നമ്മൾ എന്ത് ചെയ്താലും നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പ്രത്യാശ ഉണ്ടാകണം. ഇതൊരു കെട്ടുകഥയല്ല സഹോദരങ്ങളെ, ഇതൊരു കൽപ്പിതകഥയല്ല. ഇത് നിത്യസത്യമാണ്. ഇത് മാറ്റമില്ലാത്ത അടിസ്ഥാന സത്യമാണ്. നമുക്കൊരു നിത്യതയുണ്ട്, നമുക്ക് നിത്യജീവനുണ്ട് എന്നുള്ള ഈ സത്യം ഇത് വിശ്വസിക്കുന്നവരും പ്രത്യാശിക്കുന്നവരും ഈ ലോകത്തിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. അവർ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു. അവർ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നു. അവർ നിത്യത കർത്താവിനോടൊപ്പമായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ തങ്ങളെ തന്നെ ക്രമപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിൻ ലൈഫാണ്. നമ്മുടെ വികാരങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവരല്ല. നമ്മൾ ആത്മാവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ. സ്പിരിറ്റ് ഓറിയന്റഡ് ആണ്. നമ്മൾ വൈകാരികമായ ഒരു ആവേശത്തിന്റെ അനുഭൂതികൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ആത്മാവിനാൽ ജീവിക്കാൻ, ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ, ആത്മാവിൽ നിറഞ്ഞു വളരുവാൻ. ഇതിനാണ് പരിശുദ്ധാത്മാവ് ഈശോ തന്നത്.
വചനത്തെ മുറുകെ പിടിക്കണം. എവിടെയും വചനത്തിൽ വേരുറപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസ ജീവിതം നമ്മൾ നയിക്കണം. നമ്മുടെ ആത്മീയത വെറുമൊരു തൊലിപ്പുറത്തുള്ള ആത്മീയതയാകരുത്. നമ്മുടെ സ്പിരിച്വാലിറ്റി വെറുമൊരു ആവേശത്തിന്റെ, ഒരു അനുഭൂതിയുടെ, ഒരു എക്സ്റ്റസിയായി മാറരുത്. അത് ആഴത്തിൽ നിലനിൽക്കുന്ന അടിസ്ഥാന പ്രബോധനങ്ങളിൽ വേരുറപ്പിക്കപ്പെട്ട വിശ്വാസ ജീവിതമായിരിക്കണം എന്റെയും നിന്റെയും ജീവിതം എന്ന് കർത്താവ് നമ്മൾ അറിയിക്കുമേ. സഹോദരങ്ങളെ, നിത്യജീവന്റെ പ്രത്യാശയുള്ളവർക്ക് ഈ ലോകത്തിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ജീവിക്കാൻ പറ്റൂ. അല്ലാത്തവർ പറയും ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം അടിച്ചു പൊളിക്കണം, ആസ്വദിക്കണം, ഈ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കണം, കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. എന്റെ സഹോദരങ്ങളെ, ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും ഒരുമിച്ചും അവസാനിച്ചു പോകാനുള്ളതെല്ലാം നമ്മുടെ ജീവിതം. ഈ ലോക ജീവിതത്തിനപ്പുറം കർത്താവിനോടുകൂടെ നമുക്കൊരു നിത്യതയുണ്ട്. കർത്താവിനോടുകൂടെ നമുക്കൊരു നിത്യതയുണ്ട്. എത്ര ശക്തമാണ് ദൈവത്തിന്. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത്, ഉറ്റവരെ നീ പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും, ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തിയിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും, നിത്യതയിലേക്കുള്ള യാത്ര. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തിയിടും. കർത്താവിന്റെ വഴിയിൽ ജീവിക്കണം, നമ്മളെ തന്നെ ശുദ്ധീകരിച്ച്. ഇതാണ് ലേഖനത്തിൽ ആത്മാവ് നമ്മോട് പറയുന്നുണ്ട്. 1-ാം അധ്യായം 21-ാം വചനത്തിൽ നിത്യജീവനത്തിനായി കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കി ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുകയും. ഒന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മ പറയുന്നത് നിത്യജീവിതത്തിനായി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട്. നമ്മുടെ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. മരണം നിത്യതയിലേക്കുള്ള കവാടം മാത്രമാണ്. സഹോദരങ്ങളെ, അത് കർത്താവിലേക്കുള്ള യാത്രയാണ്. തുടർന്ന് കർത്താവിനോടൊപ്പം അതിന്റെ മഹത്വത്തിൽ നിത്യത്തെ പറ്റാത്ത 1,000 കോടി വർഷം കർത്താവിനോട് ചേർന്ന് ജീവിക്കും. എത്ര ശ്രേഷ്ഠമായ, നമ്മുടെ ബുദ്ധിക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനത്തെ വെളിപ്പെടുത്തി, വിശുദ്ധരത് വിശ്വസിച്ചു, കർത്താവിനെ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാരെ പ്രബോധിപ്പിച്ചു. പിന്നെ എന്തേ നമ്മൾ സംശയിക്കണേ? നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? നമുക്ക് എന്തിനാ ആകുല ചിത്ത? നമുക്ക് എന്തിനാ വ്യഗ്രത? ഇത് വിശ്വസിക്കേ, നിനക്കൊരു നിത്യതയുണ്ടെന്ന് നീ വിശ്വസിക്കേ. കർത്താവിന്റെ പരിശുദ്ധ വചനം ഈ സത്യം നമ്മളെ പഠിപ്പിക്കും. നിത്യജീവിതത്തിനായി കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ മലിനപ്പെടുത്താതെ, നമ്മളെ മലിനമാക്കാൻ ഒന്നിനെയും അനുവദിക്കാതെ ദൈവസ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കും. കാക്കുന്നവരായി മാറണം. വെല്ലും ബ്രേക്കും ഇല്ലാത്ത ജീവിതങ്ങളാകരുത്. സെൽഫ് കൺട്രോൾ, ആത്മസംയമനത്തിന്റെ ആത്മാവി സമചിത്തതയോടെ ഓരോ ദൈവ വൈകലും ഈ ലോക ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുക. ഈ വചനത്തിലൂടെ എനിക്കൊരു നിത്യതയുണ്ട്. അതിനാൽ കർത്താവിന്റെ സ്നേഹത്തിൽ ഈ ലോക ജീവിതത്തിൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കും. നിനക്ക് ആത്മനാശം സംഭവിക്കും. കർത്താവിനോടൊപ്പമുള്ള നിന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ജനീകതയിലേക്കും ബൗദ്ധികതയിലേക്കും ലോകാരൂപിയിലേക്കും ഈ നിബന്ധിക്കരുത് എന്ന് കർത്താവ് നമ്മൾക്ക് മാനിന്തിരി മുന്നറിയിപ്പ്. ഞാൻ ഈ വചനങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹം എത്ര വലുത സഹോദരൻ. നമ്മളാരും നശിച്ചു പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ചില പൗലോസ് ഇതേ സത്യം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 12-ാം വചനത്തിൽ വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം നടത്തുക, നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ എവിടെയും ഉയർത്തിപ്പിടിക്കുവാൻ, സത്യവിശ്വാസം ജീവിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ, ഈ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ചിന്മകൾക്കെതിരെ, ഐഡിയോളജികൾക്കെതിരെ, ഫിലോസഫികൾക്കെതിരെ നമ്മുടെ വിശ്വാസത്തെ ധീരതയോടെ പ്രഖ്യാപിക്കുവാനും പ്രഘോഷിക്കുവാനും വചനം നമ്മോട് ആവശ്യപ്പെടുക. അതിൽ നമ്മൾ അലസരാകരുത്, ഉദാസീനരാകരുത്, അശ്രദ്ധയും ശുഷ്കാന്തി നഷ്ടപ്പെട്ടവരുമാകരുത്. കർത്താവിന്റെ മനസ്സാണ് വിശ്വാസത്തിന് വേണ്ടി നല്ല പോലെ അതിനോട് മരിക്കണമെങ്കിൽ മരിക്കാൻ തയ്യാർ. രക്തസാക്ഷികൾ കാണിച്ചു തന്നത് നമുക്ക് മരിക്കാൻ കൊതിയുണ്ടായിട്ടല്ല. അവർ സത്യവിശ്വാസത്തിന് വേണ്ടി പോരാട്ടം നടത്തി ഞങ്ങളുടെ ജീവൻ പോലും ബലിയായ കർത്താവിനെ ഏൽപ്പിച്ച് രക്തസാക്ഷിത്വം നൽകി. എന്റെ സഹോദരനെ, തുടർന്ന് പൗലോസ്ലീഹ പറയാം, നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുക, നിത്യജീവനെ മുറുകെ പിടിച്ച് ഈ ലോകജീവിതം നയിക്കുവാൻ ഓരോ ദൈവ പൈതലിനോടും പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുക. നിത്യജീവനെ മുറുകെ പിടിക്കുക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ബിസിനസ്സുകാരാകാം, തൊഴിൽ ചെയ്യുന്നവരാകാം, പഠിക്കുന്നവരാകാം, ആത്മീയ ശുശ്രൂഷകരാകാം, നമ്മുടെ പ്രൊഫഷനും ഈ ലോകത്തിൽ നമ്മുടെ പൊസിഷനും എന്തുമാകട്ടെ, അവിടെയെല്ലാം നിത്യജീവനെ മുറുകെ പിടിച്ച് നിത്യജീവന്റെ തണലിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ ആത്മാവിനെ നാശം വരുത്തുന്ന ഒന്നിലും നമ്മൾ വ്യാപരിക്കരുത്. അത് നമ്മുടെ നിലപാടായിരിക്കണം. കർത്താവിനെ പ്രതി, കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയുള്ള നമ്മുടെ ഉറച്ച തീരുമാനമായിരിക്കണം.